യെസ്, ഈ ഒരു ഡ്രസ്സ് ഇനിയും അവർ വിൽക്കാൻ വെക്കുമ്പോൾ ഇത് മാറ്റിയിട്ട് ഒറിജിനൽ പ്രൈസിലോ അല്ലെങ്കിൽ അതിൽ കുറച്ചോ വാട്ടവർ അവരുടെ ഇത് വെച്ചിട്ട് അവർ വിൽക്കട്ടെ. ഓക്കെ ഗൈസ്, ഈ ഒരു ഡ്രസ്സ് നമ്മൾ ബെൽഫാസ്റ്റിലുള്ള TK Maxxന്റെ ഒരു ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അന്നേരം ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ നമ്മൾ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇതൊരു 3 പീസ് ഒരു സെറ്റാണ്, ഒരു ഗേൾസിൻ്റെ. ഇതിൻ്റെ പ്രൈസ് ടാഗ് എവിടെ? ഇവിടെ. അപ്പോൾ ഇതിലിവിടെ അവർ കൊടുത്തിരിക്കുന്ന 3 പീസ് അവർ പ്രൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് 19.99 യൂറോസ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ബില്ലെടുത്ത് നോക്കിയപ്പോൾ ബില്ലിൽ ഈ ഒരു സെയിം ഐറ്റത്തിന് ഗേൾസ് വെയർ എന്നും പറഞ്ഞിട്ട് കിടക്കുന്നത് 19.99 പൗണ്ടാണ്. അപ്പോൾ തന്നെ പൗണ്ടും യൂറോയും തമ്മിലൊരു വ്യത്യാസം വന്നപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ഇത് ഒറിജിനൽ പ്രൈസ് ടാഗിൻ്റെ മേളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ ആ ഒരു സ്റ്റിക്കർ ഇങ്ങനെ പൊളിച്ചിട്ട് നമ്മൾ നോക്കി. ഇതിൻ്റെ ഏത് സൈഡ് ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു? യെസ്, ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് പൊളിച്ചിട്ട് നോക്കിയപ്പം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇവിടെ കിടക്കുന്നത് 14.99 പൗണ്ടാണ്. അതായത് ഈ 14.99 പൗണ്ടിൻ്റെ മേളിൽ ഇവർ അവർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് 19.99 യൂറോ എഴുതി. എന്നിട്ട് നമ്മുടെ കയ്യിൽ അവർ വാങ്ങിയത് 19.99 പൗണ്ട്. അപ്പോൾ അതായത് 14.99 സാധനത്തിന് 19.99 വാങ്ങി. ഈ ഒരു 3 പീസ് സെറ്റിന് ഈ ഒരു ഐറ്റം നമ്മൾ വാങ്ങിയപ്പോൾ 5 പൗണ്ടാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ വാങ്ങിയിരിക്കുന്നത്. ഒറിജിനൽ പ്രൈസിനെക്കാട്ടിലും 5 പൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ അവർ കൂട്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അപ്പം എന്തോ ഒരു ഇതിൽ നമ്മൾ ചെക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ കണ്ടു. ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രൈസ് ടാഗൊക്കെ പറിച്ചു വേണമെങ്കിൽ സാധനം പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അത് കണ്ട സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഒന്ന് ചോദിക്കാം. കാരണം എത്രയോ ആൾക്കാർ ഈ ഒരു സാധനം വാങ്ങി, അതോ ഇതുപോലെ പല സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാൻ നമുക്കറിയില്ല. ഇത് നമുക്കൊരു ഫസ്റ്റ് ടൈമാണ്, നമുക്കിങ്ങനെ ഒരു അനുഭവം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ഡ്രസ്സ് ഇനിയും അവർ വിൽക്കാൻ വെക്കുമ്പോൾ ഇത് മാറ്റിയിട്ട് ഒറിജിനൽ പ്രൈസിലോ അല്ലെങ്കിൽ അതിൽ കുറച്ചോ വാട്ടവർ അവരുടെ ഇത് വെച്ചിട്ട് അവർ വിൽക്കട്ടെ. അതുകൊണ്ട് നമ്മളിപ്പോൾ TK Maxxന്റെ നമ്മൾ പർച്ചേസ് ചെയ്തത് ന്യൂട്ടൺ ഒബയിലുള്ള TK Maxxന്റെ ഷോപ്പിൽ നിന്നാണ്. പക്ഷെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബൗച്ചർ റോഡിലുള്ള TK Maxxന്റെ ഷോപ്പിൽ. കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണ നല്ല ദൂരം, നമുക്ക് പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പം എനിവേ TK Maxx തന്നെയാണല്ലോ, നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഇവരെന്താണ് ഇതിനെപ്പറ്റി പറയുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി നോക്കാം.